നമസ്കാരം. അപ്പോ മുസ്ലിം സ്ത്രീകളുടെ ഭർത്താവ് മരിച്ചാൽ മൂലക്കിരിക്കണം. വല്ല സലാത്തോ ദിക്റോ ഒക്കെ ചൊല്ലി ദൈവനാമം ചൊല്ലി മൂലക്കിരിക്കണം. പുറത്തിറങ്ങാൻ പാടില്ല. അങ്ങനെയാണോ നിയമം? ഒരു നെബുസിമായെ കുറിച്ച് പുറത്തിറങ്ങി മഞ്ഞിൽ ഒന്ന് കാണാൻ പോയ മഞ്ഞ് കാണാൻ പോയ ഒരു നെബുസിമായെ കുറിച്ച് ഒരു മതപണ്ഡിതനെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ അയാൾ മതപണ്ഡിത വേഷം ചമഞ്ഞു വന്നയാളാണോ ഇനി ഒറിജിനൽ മതപണ്ഡിതനാണോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഒരു മതപണ്ഡിതനാണെങ്കിൽ അയാൾ പറഞ്ഞത് തീർച്ചയായും തെറ്റു തന്നെയാണ്. അപ്പോ 55-ാമത്തെ വയസ്സിൽ മൊണാലിക്ക് പോയ നെബിസുമ്മയെ കുറിച്ച് കുറച്ചു നാൾ മുമ്പ് വാർത്തകളിൽ നിറഞ്ഞിരുന്നു. അവർ അവിടെ പോയി ഐസിൽ മഞ്ഞിൽ കിടന്ന് ഒരു റീൽ ചിത്രീകരിച്ച് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. അപ്പോൾ അത് നാട്ടുകാർ കണ്ടു, വൈറലായി. അതൊരു മതപണ്ഡിതനും കാണാൻ ഇടയായി. ഒന്നായിരിക്കില്ല, ധാരാളം പേർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു മതപണ്ഡിതന് ഉണ്ടായ ചില വൈരുദ്ധ്യമായ ചില കാര്യങ്ങളാണ് അദ്ദേഹം ഒരു പൊതുവേദിയിൽ പ്രസംഗിച്ചത്. ആ പ്രസംഗം എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം ആദ്യം. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ, 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സലാത്ത് കുറുഞ്ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. മഞ്ഞ് വാരിങ്ങനെ ഇടുകയാണ് മൂപ്പത്തി. ചിലപ്പോ അത് ഈ നാട്ടുകാരിനെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമല്ല. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. ഇതാണ് പ്രശ്നം. നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ എല്ലാ അതാണ് ശരി. അയാളുടെ പ്രസംഗം അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ നെബുസുമായെ കുറിച്ചൊന്ന് നോക്കാം. അവരുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്. അവരുടെ നല്ല പ്രായത്തിൽ മകളുടെ 7-ാമത്തെ വയസ്സിൽ, അതായത് ഇളയ മകളുടെ 7-ാമത്തെ വയസ്സിൽ ഭർത്താവ് മരണപ്പെട്ടു. അതിനുശേഷം ഒറ്റയ്ക്കായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വീട്ടുജോലിക്ക് പോയി ഒക്കെയാണ് ഈ 3 കുട്ടികളെയും വളർത്തിയത്. ഈ 3 കുട്ടികൾക്ക് പുറമെ വീട്ടിൽ പ്രായമായ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, ഉമ്മയും ബാപ്പയും ഉണ്ടായിരുന്നു. അവരെയും അന്വേഷിക്കേണ്ട ചുമതല ഈ നബിസുമാരുടേതായിരുന്നു. ഏകദേശം 30 വയസ്സൊക്കെ ഉള്ളപ്പോഴായിരിക്കണം ഭർത്താവ് മരണപ്പെട്ടത്. അങ്ങനെ ആ 5 പേരെയും 3 കുട്ടികളെയും ഉമ്മായും വാപ്പായും എല്ലാവരെയും വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സംരക്ഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇനി നോമ്പ് സമയത്തിൽ പോലും അവർ കഠിനമായ ജോലിക്ക് പോയി തന്നെയാണ്. നോമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ റംസാൻ മാസത്തിൽ രാവിലെ സൂര്യോദയം മുതൽ അസ്തമയം വരെ ഉമിനീർ പോലും ഇറക്കാതെയുള്ള ആ നോമ്പ് സമയത്ത് പോലും അവർ കഷ്ടപ്പെട്ടാണ് വീട്ടിൽ ജോലിയൊക്കെ നോക്കിയാണ് കുടുംബം നോക്കിയിരുന്നത്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് വളർത്തിയ മക്കൾ 3 പേരുടെയും വിവാഹം കഴിഞ്ഞു. എല്ലാവരും നല്ല നിലയിലാണ്. അപ്പോൾ ആ മക്കൾ എന്ത് ചെയ്തു? ഈ ഉമ്മായും കൂട്ടി ഒരു ദിവസം മൊണാലി എന്ന് പറയുമ്പോൾ ഹിമാചൽ പ്രദേശിലാണ്. അവിടെ മഞ്ഞ് ഒക്കെ ഉള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അവിടെ ഒന്ന് കാണാൻ പോയി. അപ്പോൾ ഉമ്മായും കൂട്ടി അവർ അവിടെ പോയി. ആ അന്തരീക്ഷവും ആ ഒരു മഞ്ഞ് വീഴ്ചയും ഒക്കെ കണ്ടെന്ന് ആഹ്ലാദിച്ചു. അതിന്റെ ഒരു റീൽ ചിത്രീകരിച്ചു ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. വളരെ വൈറലായി. അതാണ് ഈ പറഞ്ഞ മതപണ്ഡിതൻ കാണാനിടയായത്. അയാൾക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് അയാൾ പറഞ്ഞത്. പക്ഷെ ഇത് ഏത് മതത്തിലാണ് അങ്ങനെയുള്ളത്? ഈ ഒരു വിധവയായ ഒരു സ്ത്രീക്ക് വീട്ടിൽ ഇരുന്നാൽ മതിയോ? ഈ ലോകം വിശാലമാണ്. എല്ലാവർക്കും കാണാൻ വേണ്ടി തന്നെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ആണെന്നോ പെണ്ണെന്നോ ഒരു വ്യത്യാസവുമില്ല. ഇനി പ്രായത്തിന്റെ വ്യത്യാസവുമില്ല. ഇനി ഭർത്താവ് മരിച്ചെന്നോ
ഇനി ഭാര്യ മരിച്ചെന്നോ അങ്ങനെ ഒരു വ്യത്യാസവുമില്ല. ആർക്കും കാണാം ഈ ലോകത്തിന്റെ ഭംഗി. അതിനുവേണ്ടിയാണ് ദൈവം മനുഷ്യന് കാഴ്ച തന്നിരിക്കുന്നത്. തീർച്ചയായും കാണാം, ആസ്വദിക്കാം. അങ്ങനെ ആസ്വദിക്കുന്നതിൽ ഒരു സ്ത്രീ ആസ്വദിക്കുന്നതിൽ എന്താണ് ഈ മതപണ്ഡിതനുണ്ടായ തെറ്റ്? അങ്ങനെ ഒരു സ്ത്രീ, ഒരു ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ വീട്ടിൽ അടച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടേ ഇല്ല മതത്തില്. ഇയാൾക്ക് തോന്നിയ ഒരു കുശുമ്പ് മാത്രമാണ്. അങ്ങനെ ഒരു മതത്തിലും പറയുന്നില്ല. ഈ മതപണ്ഡിതന്മാർ എന്ന് പറയുമ്പോൾ പണ്ഡിതൻ അല്ല, പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ മതങ്ങളെ കുറിച്ച് ആഴത്തിൽ പഠിച്ച് അതിലേക്കുള്ള വ്യാഖ്യാനങ്ങളൊക്കെ നടത്തി അതിനെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് പണ്ഡിതന്മാർ. അല്ലാതെ ഈ മതഗ്രന്ഥം കാണാതെ പഠിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരു മതപണ്ഡിതനാവില്ല. കാണാതെ പഠിച്ചു എന്ന് പറയുമ്പോൾ അത് കാണാതെ പഠിച്ച ഒരു വ്യക്തി മാത്രമേ ആകുന്നുള്ളൂ. മതപണ്ഡിതൻ എന്ന് പറയുമ്പോൾ അതിന് ചില ക്രൈറ്റീരിയകളൊക്കെ ഉണ്ട്. അങ്ങനെ ആയിരിക്കണം. അവർക്ക് ഇങ്ങനെ പറയാനും കഴിയില്ല, അങ്ങനെ മതത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നവർ. അങ്ങനെ ആകുമ്പോൾ ഈ യുക്തിവാദികളുണ്ട്, അവർക്ക് വേറെയാണ്, അവരുടെ ചിന്താഗതികളൊക്കെ വേറെയാണ്. അങ്ങനെ ഈ ഒരു ഇസ്ലാം മതം എന്ന് പറയുന്നത് ഒരു പുരോഹിതന്റെ ആവശ്യമേ ഇല്ലാത്ത ഒരു മതമാണ് ഈ ഇസ്ലാം മതം എന്ന് പറയുന്നത്. ഈ പുരോഹിതൻ എന്ന് പറയുമ്പോൾ പൂജാകർമ്മങ്ങളൊക്കെ പഠിച്ച് അതനുസരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പൂജ ചെയ്തു കൊടുക്കുന്ന ഒരാൾ. ഇതിപ്പോ ഇസ്ലാം മതത്തിൽ അങ്ങനെ ഒരു ആവശ്യമില്ല. അറിയാവുന്ന ആർക്കും ഒരു ചടങ്ങിന് നേതൃത്വം കൊടുക്കാം. അങ്ങനെയാണ്. അതിനിപ്പോ ഒരു മതഗ്രന്ഥം കാണാതെ പഠിച്ച ഒരാൾ തന്നെ വേണമെന്നില്ല. മതഗ്രന്ഥം കാണാതെ പഠിച്ചത് കൊണ്ട് ഒരു പണ്ഡിതനാവുന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം വന്ന ഉമ്മയെ വേണ്ട രീതിക്ക് സോഷ്യൽ മീഡിയയിലൂടെയും പൊതുവേദിയിലൂടെയും അപമാനിച്ചത്. അപമാനം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അപമാനം എന്തായാലും ആ അപമാനിച്ച ആ മതപണ്ഡിതന്റെ കൂടെ ഓരോരുത്തരും ആരും നിന്നില്ല എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയകളിലായാലും അല്ലാതെ ആയാലും അയാൾ പറഞ്ഞത് തീർച്ചയായും തെറ്റ് തന്നെയാണ് എന്നാണ് എല്ലാവരും പറഞ്ഞത്, അന്വേഷിച്ചവരെല്ലാവരും. അവർക്കെന്താ ഈ നബീസമാർക്ക് എന്താ ഈ ലോകത്തൊന്ന് പൊയ്ക്കൂടെ, ഒന്ന് കണ്ടൂടെ, ദുബായിൽ പൊക്കൂടെ, അല്ലെങ്കിൽ പിന്നെ ഉക്രൈനിൽ പൊക്കൂടെ? അവിടെ ഇതുപോലെ മഞ്ഞ് വീഴ്ചയൊക്കെ എല്ലായിടത്തും പോകാം. വീട്ടിൽ അടച്ചിരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. അതൊക്കെ പണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഇസ്ലാം മതത്തിൽ ഒരു പുരോഹിതന്റെ ആവശ്യമില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു. അതായത് ഒരു പുരോഹിതന്റെ അഭാവത്തിൽ തന്നെ ഒരു കർമ്മം അറിയാവുന്ന ഒരാൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇസ്ലാം മതത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുരോഹിതന്റെ ആവശ്യമില്ല എന്ന്. ഇനി ഇവരെ പോലുള്ളവർ ചെയ്യുന്നത് എന്താണ്? ഇവർ ഈ മതം പഠിച്ച് അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് അതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യേണ്ടത്. അങ്ങനെ അവർ ചെയ്യുന്നുണ്ടോ? അവർ മതത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ടോ? ആഴത്തിൽ പഠിക്കുന്നുണ്ടോ? ഇല്ല. ഇവർ കാണാതെ പഠിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ കാണാതെ പഠിക്കുന്നവരെ കാണാതെ പഠിക്കുന്നു എന്ന് മാത്രമേ പഠിച്ച ഒരാൾ അങ്ങനെ മാത്രമേ അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ. മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ അങ്ങനെയല്ല. മതങ്ങളെ കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നുമില്ല, പുതിയ അറിവുകളൊന്നും കണ്ടെത്തുന്നുമില്ല. ഈ മാറിയ ലോകത്തിനനുസരിച്ച് മതങ്ങളെ മാറ്റുന്നുമില്ല, ജനങ്ങളെയും മാറ്റുന്നില്ല. അവർ പഴയ അറിവുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 6-ാം നൂറ്റാണ്ടിലുള്ള, അതായത് 6-ാം നൂറ്റാണ്ടിലാണ് ഈ ഇസ്ലാം മതം രൂപീകരിക്കപ്പെടുന്നത്. അന്നത്തെ ജീവിത സാഹചര്യങ്ങളും അന്നത്തെ മനുഷ്യരുടെ സാമൂഹിക സാഹചര്യങ്ങളും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ അനുസരിച്ചാണ് അന്ന് ആ മതഗ്രന്ഥം രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് ഇന്നത്തെ കാലത്തിനനുസരിച്ച് അതിലേക്ക് ആഴ്ന്നിറങ്ങി പഠിച്ച് അതിൽ നിന്നുള്ള പുതിയ പുതിയ കണ്ടെത്തലുകൾ കണ്ടെത്തുകയും റിസർച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണ് ഈ മതപണ്ഡിതന്മാർ ചെയ്യേണ്ടത് ഇന്നത്തെ കാലത്ത്. അതിന് പകരം പണ്ടത്തെ ആശയങ്ങൾ തന്നെ ഇപ്പോഴും ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇവർ ചെയ്യുന്നത് പള്ളികളിൽ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുക, അല്ലെങ്കിൽ
മദ്രസകളിൽ കുട്ടികളെ പഠിപ്പിക്കുക. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. അത് തന്നെയാണ് ഈ മതത്തിന്റെ അപാകതയും അധപ്പതനവും. മതങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നില്ല, അതാണ് ഈ മതം അധപ്പതിച്ചു പോകാനുള്ള ഒരു കാരണവും. അപ്പോൾ അങ്ങനെ പഴയ ആ മതഗ്രന്ഥത്തെ പുനരുദ്ധീകരിച്ച് പുതിയ പുതിയ ചിന്തകളിലേക്ക് കടത്തിക്കൊണ്ടുവരാത്ത ആ മതപണ്ഡിതന്മാരാണ് ഇന്ന് ഈ പൊതുജനങ്ങളുടെ മുന്നിൽ ഒറ്റപ്പെടുന്നത്. അത് നമ്മൾ ഈ വീഡിയോ കണ്ടതിന് ഉദാഹരണമാണ്. അയാളിപ്പോൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ഒരു മനുഷ്യർ പോലും അദ്ദേഹത്തിന്റെ കൂടെ ഇല്ല. അയാൾ പറഞ്ഞ ആ വാക്കുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആരും തന്നെ ഇല്ല. ഇനി അയാളുടെ പക്ഷത്തുള്ള ആളുകൾ പോലും അയാളുടെ കൂടെ ഇല്ല. അങ്ങനെയുള്ള സംസാരമാണ് ഈ മതപണ്ഡിതൻ എന്ന് പറഞ്ഞ ഇദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് ആ നെബൂസ് മാളിനെ കുറിച്ച്. അങ്ങനെയാണ് പറയേണ്ടത്. ഈ മാറുന്ന കാലഘട്ടത്തിൽ മാറ്റിയെടുക്കണം എല്ലാം. മനുഷ്യന്റെ ജീവിത ശൈലിയെ മാറ്റിയെടുക്കണം. അത് ചെയ്യാതെ 25 വർഷം മുമ്പ് ഭർത്താവ് മരിച്ചുപോയ ഒരു വിധവ വീട്ടിനകത്ത് തന്നെ കുത്തിയിരിക്കണം. അവർ സലാത്തും ദിക്റും ഒക്കെ ചൊല്ലി ദൈവനാമം ജപിച്ചുകൊണ്ട് വീട്ടിന്റെ മൂലയിൽ ഇരിക്കണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മതവും പറയുന്നില്ല. മതത്തിൽ അധിഷ്ഠിതവുമല്ലത്. ഇനി ഇസ്ലാം മതപണ്ഡിതനാണ് അത് പറഞ്ഞതെങ്കിൽ അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും തെറ്റ് തന്നെയാണ്. ഒരു മതത്തിലും അത് പറയുന്നില്ല, ഇസ്ലാം മതത്തിൽ പറയുന്നില്ല. ഇനി പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ ഒരു വീഡിയോയിൽ വന്ന് പറയട്ടെ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയത് എന്ന്. അത് പറയണം, അദ്ദേഹം വ്യക്തമാക്കണം. എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് മനസ്സിലാവണ്ടേ അദ്ദേഹം പറഞ്ഞതിന്റെ പൊരുളെന്താണ്. ഒരു വിധവയായ സ്ത്രീക്ക് എന്താ ലോകം കാണാൻ പാടില്ലേ? അവർക്ക് മണാലിയിൽ പോകാൻ പാടില്ലേ? ഒരു ടൂർ പോകാൻ പാടില്ലേ വിധവകളായ സ്ത്രീകൾ? അല്ലെങ്കിൽ സ്ത്രീകൾ അവർക്ക് പുറം ലോകം കാണാൻ പാടില്ലേ എന്ന് ഒരു നിയമവും പറയുന്നില്ല. പോകരുത്, കാണരുത് എന്ന്. മതത്തിന്റെ വഴിക്ക് പോവുകയും ചെയ്യാം, കാണുകയും ചെയ്യാം, അതിൻ്റെതായ വഴിക്ക് തിരിച്ചു വരികയും ചെയ്യാം. പിന്നെ ഈ അറമാദികളൊന്നും വേണ്ട എന്ന് മാത്രമേ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ. അത് ഈ പ്രായമായ സ്ത്രീ ഒരു ഹിമാചൽ പ്രദേശിലെ മണാലി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അവിടെ മഞ്ഞ് വീഴ്ചയാണുള്ളത്. അതൊക്കെ കണ്ട് തിരിച്ചു വരുന്നതിന് എന്താണ് കുഴപ്പം? ഏത് മതമാണ് ഇതിന് സപ്പോർട്ട് ചെയ്യാത്തത്? ഏത് മതമാണ് ഇതിനെ എതിർക്കുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മതപണ്ഡിതൻ വന്ന് ഇങ്ങനെ സംസാരിച്ചത്? കാരണം അയാൾ പറഞ്ഞത് മതത്തിൻ്റെതായ ഒരു കാര്യവുമല്ല. അദ്ദേഹം ഏതോ ഒരു നൂറ്റാണ്ടിൽ നടന്ന ഒരു കാര്യമാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ ഇന്ന് ആരുമില്ല. അതായത് ഇന്നത്തെ ഒരു ജീവിതശൈലി അനുസരിച്ച് അപ്ഡേറ്റ് ആകേണ്ടവർ ആയി തന്നെ ആകണം. ഇല്ലെങ്കിൽ തീർച്ചയായും മതങ്ങൾക്ക് മതപണ്ഡിതന്മാരെ കൊണ്ടുള്ള അധപ്പതനം തീർച്ചയാണ്. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുസ്ലിം മതത്തിലുള്ള ആളുകൾ തന്നെ ഒരുപാട് അപ്ഡേറ്റ് ആയിട്ടുണ്ടെന്നാണ്. കാരണം ഒരു മുസ്ലിം മതത്തിലുള്ള ഒരാൾ പോലും ഈ ഒരു മതപണ്ഡിതനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ സമുദായത്തിലുള്ളവർ തന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാം. ഇത്രയധികം അസഹിഷ്ണുത പ്രകടിപ്പിക്കാനായി ആ നബീസുമാൾ ആ റീലിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ റീലെല്ലാം നാട്ടുകാർ കണ്ടതാണ്. ഈ മതപണ്ഡിതൻ മാത്രമേ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അത്രയും പറയാൻ വേണ്ടി ആ റീലിൽ എന്താണുള്ളത്? നിങ്ങളും കൂടി വന്ന് ഈ ഉള്ളതിൽ 10 സെന്റ് സ്ഥലമാണുള്ളതിൽ അതിൽ 2 സെന്റ് വിറ്റെങ്കിലും നിങ്ങൾ വന്ന് ഈ സ്ഥലമെല്ലാം ഒന്ന് കാണണം. ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട സ്ഥലമാണ് എന്നാണ് അവർ പറഞ്ഞത്. അല്ലാതെ മറ്റൊന്നും അവർ പറഞ്ഞില്ല. യാതൊരു വിധ തെറ്റും പറഞ്ഞിട്ടില്ല. ഇനിയും അതുകൊണ്ട് എന്താണ് ഇങ്ങനെ ഒരു ചിന്ത തോന്നാൻ കാരണമെന്ന് അറിയില്ല. ഈ മതപണ്ഡിതനെ ഒറ്റപ്പെടുത്തേണ്ട സാഹചര്യം വന്നിരിക്കുന്നു. ഇനി ഇദ്ദേഹം മതപണ്ഡിതനാണെങ്കിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം മതപണ്ഡിതനല്ല, വേഷധാരി മാത്രമാണ്. ഇനി അയാൾ
മതമാണ് അദ്ദേഹം പറഞ്ഞു വന്നതെങ്കിൽ അയാൾ വേറൊരു വീഡിയോയിലൂടെ വന്ന് ഇതെല്ലാം ഒന്ന് വിശദീകരിക്കട്ടെ. ഈ 25 വർഷം മുമ്പ് ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീ പരസ്യമായ അല്ലെങ്കിൽ പൊതുവായ ഒരു സന്തോഷങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല എന്നുള്ളത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അത് അദ്ദേഹം പറയട്ടെ. അങ്ങനെയൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ ഒരു നിയമം ഉണ്ടോ എനിക്കറിയില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. ഇതുവരെ മറ്റൊരു മതപണ്ഡിതരാരും പ്രസംഗിക്കുന്നതോ ഒന്നും പറയുന്നതോ ഒന്നും പള്ളികളിൽ പറയുന്നതോ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും മനുഷ്യന്റെ അധികാരത്തെയും അവകാശങ്ങളെയും അതിന്റെ മേലുള്ള കത്തിവയ്പ് തന്നെയാണ്. മനുഷ്യന് എവിടെയും പോകാനുള്ള അവകാശമില്ലേ? എവിടെയും ഏത് സ്ഥലത്തും പോകാം, എന്തും കാണാം, സന്തോഷിക്കാനുള്ള സന്ദർഭങ്ങളിൽ സന്തോഷിക്കാം. ഇതൊന്നും മതം ഒരു പ്രശ്നമല്ല. ഇനി ദൈവം തന്നെ വേണോ എന്ന് ചിന്തിക്കുക നമുക്ക് ജീവിക്കാൻ. ഇനി മതം തന്നെ വേണോ നമുക്ക് ജീവിക്കാൻ എന്നും ചിന്തിക്കാം എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. പിന്നെ മതവിശ്വാസികൾ അത് ചിന്തിക്കാൻ പാടില്ല. ഒരു വിശ്വാസം തന്നെയാണ് മതം. മതം ആ വിശ്വാസത്തെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കാൻ പാടില്ല ഈ വിശ്വാസങ്ങൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ നബീസ ഉമ്മാളിനെ കുറിച്ചാണ്. നബീസ ഉമ്മാൾ ചെയ്തത് എന്തായാലും അവർക്ക് ആസ്വദിക്കാവുന്നിടത്തോളം ആസ്വദിക്കട്ടെ. അവരുടെ കൂടെ നമ്മൾ നാട്ടുകാരെല്ലാവരും ഉണ്ട്. അവർ കഷ്ടപ്പെട്ട് 3 മക്കളെ പഠിപ്പിച്ച് വളർത്തി അവരുടെ 3 മക്കളും ചേർന്ന് ഉമ്മായെ കൊണ്ടുപോയി ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരെ ഒന്ന് ടൂറിന് കൊണ്ടുപോയി അവര് ആസ്വദിച്ചു. അത് ഒരു തെറ്റാണെങ്കിൽ, ഒരു തെറ്റായി ഒരു മതം കാണുന്നുവെങ്കിൽ അത് മതത്തിന്റെ കുഴപ്പം തന്നെയാണ്. മനുഷ്യന്റെ അധികാരങ്ങളുടെ മേൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ മേൽ മതങ്ങളുടെ കടന്നുകയറ്റം തന്നെയാണ്. ഇതിനെതിരെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാം. ഇനി ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾക്കും പറയാം, ഞാൻ മാറിക്കോളാം. ഇനി ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് കമന്റ് ചെയ്ത് അറിയിക്കാം. എന്തായാലും നമുക്ക് നബീസ ഉമ്മാളിനെ ഒന്ന് കാണാം. പിന്നെയും ഉമ്മാക്കൊരു എല്ലാരും കൂടുന്ന ഒരു വേദികളിൽ പോവാനോ അല്ലെങ്കിൽ ആരോട് സംസാരിക്കാനോ ഇടപഴകാനോ ഉമ്മാക്ക് പറ്റുന്നില്ല. ഇന്നലെ ഇവിടെ ഞങ്ങളുടെ അടുത്തൊരു ബന്ധു മരണപ്പെട്ടിട്ട് ആ മരണപ്പെട്ട വീട്ടിൽ ഉമ്മാക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം ആടെയുള്ള ആളുകൾക്ക് അറിയേണ്ടത് മരിച്ച ആളുടെ കാര്യങ്ങളല്ല. എന്ത് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞല്ലോ, ഉസ്താദ് അങ്ങനെ പറഞ്ഞല്ലോ, നിങ്ങളെന്താ അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് അറിയേണ്ടത്. ആ ഒരു സമയത്ത് ഉമ്മ അനുഭവിച്ചത് നമുക്ക് പറഞ്ഞങ്ങനെ തരേണ്ട എനിക്കറിയില്ല. ഉമ്മ കരയായിരുന്നു ഇവിടുന്ന്. കാരണം അത്രയും ഉമ്മ പ്രയാസത്തിലാണ് ഉണ്ടായത്. നമ്മളൊരു എന്തോ തെറ്റ് ചെയ്തിട്ടേ പിന്നെ അങ്ങനെ വന്നിട്ടുള്ള ഒരാളെ പോലെയാണ് കാണുന്നത്. ഉമ്മ ആകെ ചെയ്തത് ഒരു യാത്ര പോയി. ആ യാത്ര പോയ ആ സമയത്ത് ഉണ്ടായൊരു സന്തോഷം. ഉമ്മാക്ക് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചോ യൂട്യൂബിനെ കുറിച്ചോ ഒന്നും അറിവുള്ള ആളല്ല.